പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ മയക്കുമരുന്ന് അനധികൃത മദ്യവിൽപ്പന പരിശോധന ശക്തമാക്കി എക്സൈസ് വകുപ്പ്. താലൂക്കുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണം പരിശോധന പുരോഗമിക്കുന്നു. 29 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവിനിടെ 192 NDPS കേസുകളിലായി 155 പേർ പിടിയിലായി. ജനുവരി 4 വരെ പരിശോധന തുടരും. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് സ്പിരിറ്റ് കടത്ത്, മദ്യത്തിൽ വീര്യവും അളവും കൂട്ടാൻ മായം ചേർക്കുക, വ്യാജവാറ്റ് തുടങ്ങിയവയ്ക്കടക്കം സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് എക്സൈസ് പരിശോധന പുരോഗമിക്കുന്നത്. നിലവിൽ 29 ദിവസത്തിനിടയിൽ 12.30 കിലോ കഞ്ചാവും 7 കഞ്ചാവ് ചെടിയും 11.7 ഗ്രാം MDMAയും 2.30 ഗ്രാം മെത്താഫിൻ ഉൾപ്പെടെ 56 മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് കേസുകളിൽ 136 അബ്കാരി കേസുകളിലുമായി 155 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരും. സ്പെഷ്യൽ ഡ്രൈവുകൾ ആരംഭിച്ചിരിക്കുകയാണ്. എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡുകളായിട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. പോലീസും എക്സൈസും മറ്റ് റവന്യൂ മറ്റ് ഏജൻസികളുമായി സംയുക്തമായ പരിശോധന നടക്കുന്നുണ്ട്. ഓരോരോ ജില്ലയിലും താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ പ്രത്യേകം രൂപീകരിച്ചിട്ടുണ്ട്. പുറമെ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ DJ പാർട്ടികളും ഒക്കെ നടത്താൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ പോലീസുമായി ചേർന്ന് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ രാത്രിയും പകലും പരിശോധനകൾ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോൾ വിളിച്ചാലും പാർട്ടി ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഓരോ ജില്ലയിലും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ബാറുകൾ, കള്ളുഷാപ്പുകൾ എന്നിവിടങ്ങളിലും ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കും. സ്ഥിരം ലഹരി കേസുകളിൽ പെടുന്നതും ജാമ്യത്തിലുള്ളതുമായ പ്രതികളെ സദാ നിരീക്ഷിക്കും. കൂടാതെ എക്സൈസിന്റെ ഹോട്ട്സ്പോട്ട് ലിസ്റ്റിലുള്ള പ്രദേശങ്ങൾ, സ്കൂൾ, കോളേജ്, ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ എന്നിവിടങ്ങളിലാണ് നിരീക്ഷണം ശക്തമാക്കുന്നത്. പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന ഹോട്ടലുകളും റിസോർട്ടുകളും എക്സൈസ് ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ്. ലഹരി സംബന്ധമായ വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നാണ് ഹോട്ടലുകൾക്ക് നൽകിയ നിർദ്ദേശം. ജനം, കോഴിക്കോട്.